പാതിരിമാർ വന്നാലും പോയാലും ഞങ്ങൾക്ക് കിടക്കപ്പുറതിയില്ല. പ്രിയമുള്ള പ്രേക്ഷകരെ, പൗരോഹിത്യ സഭകളിൽ ഇപ്പോൾ ട്രാൻസ്ഫറുകളുടെ കാലമാണ്. ട്രാൻസ്ഫറുകൾ എന്ന് പറഞ്ഞാൽ കൂദാശ കുർബാന തൊപ്പിത്തൊഴിലാളികൾക്ക് ഉള്ള ട്രാൻസ്ഫർ. ഇവരെ പരമാവധി 3 കൊല്ലമേ ഒരു ഇടവകളിൽ ഇരുത്തത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇവന്മാർ അവിടെ വേരിറങ്ങി പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് 3 കൊല്ലം കഴിഞ്ഞാൽ ഇവന്മാരെ അടുത്ത പച്ചയായ മേച്ചിൽപ്പുറങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കും. ഇപ്രകാരം സ്ഥലം മാറ്റലുകൾ ഉണ്ടാകുമ്പോൾ കഷ്ടപ്പെടുന്നത് ആ ഇടവകളിലെ പാവപ്പെട്ട ജനങ്ങളാണ്. ഒരു ഇടവകയിൽ ഒരു പാതിരിപ്പാമ്പെത്തുമ്പോൾ ഈ പാതിരിയെ ചുറ്റിപ്പറ്റി ഇടവകയിലെ കുറേ മുണ്ണക്കുഞ്ഞുങ്ങൾ ചുറ്റും കൂടും. ഇയാളെ എടുത്തുകൊണ്ട് പോകുന്നതും തലയിൽ ചുമന്നുകൊണ്ട് പോകുന്നതും ശാപ്പാട് കൊണ്ട് കൊടുക്കുന്നതും എല്ലാം ഇവരായിരിക്കും. അങ്ങനെ 3 കൊല്ലം വളരെയേറെ ആത്മബന്ധമുണ്ടാക്കി ഇങ്ങനെ കൂദാശിച്ച് നടന്നു കഴിയുമ്പോൾ ഇദ്ദേഹത്തെ സ്ഥലം മാറ്റുമ്പോൾ ഈ മുണ്ണക്കുഞ്ഞുങ്ങൾക്ക് വല്ലാത്ത ഹൃദയവേദനയാണ്. അപ്രകാരം യാത്ര പറഞ്ഞു വിടുമ്പോൾ കനത്തിൽ എന്തെങ്കിലും കൊടുത്തു വിടണം എന്നാണ് ഇവിടുത്തെ ഒരു താരിപ്പ്. അതനുസരിച്ച് പാതിരിക്ക് വണ്ടി കൊടുക്കുക, സ്വർണ്ണമാല മേടിച്ചു കൊടുക്കുക, അങ്ങനെ പാതിരിക്ക് എന്താണോ ആവശ്യമുള്ളത് വളരെ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഇടവക ജനങ്ങൾ ഒന്നുചേർന്ന് നൽകും. ഇടവക മാനേജിംഗ് കമ്മിറ്റിയുടെ വകയായിട്ട് നൽകും. ആധ്യാത്മിക സംഘടനകളുടെ വകയായിട്ട് അങ്ങനെ ആളാം പ്രതി നൽകും. അങ്ങനെ ഒരു ട്രാൻസ്ഫർ കാലഘട്ടം എന്ന് പറയുന്നത് പാതിരികളെ സംബന്ധിച്ചിടത്തോളം ചാകരയാണ്. അങ്ങനെ ഈ ഉപകാരങ്ങളൊക്കെ കൊടുത്ത് വലിയ സദ്യയൊക്കെ കൊടുത്ത് ആഘോഷപൂർവ്വം ഈ പാതിരിപ്പാമ്പിനെ അടുത്ത മേടയിലേക്ക് കൊണ്ടയാക്കും. അതുപോലെ തന്നെ പുതിയ പാതിരിയെയും ഇതുപോലെ ആനയിച്ച് കൊണ്ടുവരുന്ന, അതല്ലെങ്കിൽ ആ ഇടവകയിലെ ജനങ്ങൾ ഇവിടേക്ക് കൊണ്ടാക്കുന്ന പതിവ് ഉണ്ട്. ഇത്തരം പിരിവുകളിൽപ്പെട്ട് ആളാം വീതമുള്ള ഒരു വീട്ടിൽ മക്കളുടെ വക ഒരു പിരിവ് കൊടുക്കണം, സ്ത്രീ സമാജത്തിൻ്റെ വക ഭാര്യയുടെ ഒക്കെയുള്ള പിരിവ്, കുടുംബനാഥനാണ് ഇതിനകത്ത് നട്ടം തിരിയുന്നത്. അപ്രകാരം നട്ടം തിരിയുന്ന ഓർത്തഡോക്സ് സഭയിലെ പുനലൂർ ഭദ്രാസനാംഗമായ കൊട്ടാരക്കര സ്വദേശിയായ ഒരു അച്ചായൻ വിളിച്ചത് കേൾക്കുക. പേര് എന്റെ പേര് ബൈജു. ഓർത്തഡോക്സ് സഭയിലെ അച്ഛന്മാരല്ലേ ഇപ്പൊ ട്രാൻസ്ഫർ ആവുകയാണല്ലോ. അപ്പൊ പല പള്ളികളിലും പിരിവ് നടന്നുകൊണ്ടിരിക്കുക. അത് ഒരു പിരിവല്ല. എന്റെ വീട്ടില് എന്റെ മകനും മകളും 2 പേര് യൂത്ത് ലീവിലുണ്ട്, സൺഡേ സ്കൂളിലുണ്ട്. 2 പേർക്കും 2 ഇടത്തുനിന്നും കോംപ്ലിമെന്റ് കൊടുക്കണം. പിന്നെ നമ്മളല്ലാതെ കോൺട്രിബ്യൂഷൻ കൊടുക്കണം. അതായത് കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ഒരാൾക്ക് 500 യൂത്ത് ലീവ് കൊടുക്കണം. സൺഡേ സ്കൂളിന് അവർക്ക് പറയുന്ന ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി 600 800 പെർ ഹെഡ് അതും കൊടുക്കണം. അപ്പൊ കുട്ടികള് വീട്ടിൽ ഒന്ന് വഴക്കാം. അപ്പനും അമ്മയത് പുറത്തു പറയാൻ പാടില്ല. പുറത്തിറങ്ങിയാൽ ഞങ്ങൾക്ക് നാണക്കേടാ. എല്ലാരും കൊണ്ടു കൊടുക്കുന്നുണ്ട്. നമ്മളിത് ആരോട് പറയും? നമ്മൾ ഏതാണ് പള്ളിയിലാ? ഞങ്ങള് കൊല്ലം ഭദ്രാസനോ. കൊല്ലം ഭദ്രാസനത്തിൽ ഏത് പള്ളി? കൊല്ലം ഭദ്രാസനത്തില് മറ്റേ സെന്റ് മേരീസ് എന്ന് പറയും. ഏത് സ്ഥലമാ? അപ്പൊ ഏത് അമ്പലത്തിങ്കലേക്ക് പുറം, കൊട്ടാരക്കര അമ്പലത്തിങ്കലേക്ക് പുറം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ തെണ്ടികൾക്ക് ഈ 3 വർഷം കൂടുമ്പോ എന്തിനാ സെന്റ് ഓഫ്? ഏത് പ്രൊഫഷനിലുണ്ട് ഈ 3 വർഷം കൂടുമ്പോ സെന്റ് ഓഫ്? ഇനി ഇവനെ ഗർഭിണിയാണ്, ഇവനെ വിളിച്ചോണ്ട് കൊണ്ടാക്കണം, അടുത്തവനെ വിളിച്ചോണ്ട് വരണം. എന്നിട്ട് കഴിഞ്ഞ ദിവസം കൊണ്ട് കമ്മിറ്റി മെമ്പർമാരെല്ലാം കൂടെ ചേർന്ന് 2 ദിവസം മുമ്പ് കൊടുത്തു. ഇവനെയൊക്കെ കയ്യെ പറത്തി 2 പെട കൊടുത്ത് ഓടിക്കാൻ ഉള്ള ആളുകളില്ലേ? ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കത്തില്ലല്ലോ. ഈ പറയുന്ന മേളിയിരിക്കുന്ന അവറാച്ചനുണ്ടല്ലേ, അതാ കോട്ടയത്തിരിക്കുന്ന തെണ്ടി, അവൻ വിചാരിക്കണ്ടേ? അല്ലെങ്കിൽ ഇത് ചട്ടത്തിന് ഈ 3 വർഷം കൂടെ ഇതിനൊക്കെ ഒരു ട്രാൻസ്ഫർ കൊടുക്കുക, വരുവോ പോവുക. ഇവനൊക്കെ ഈ 3 വർഷം ശമ്പളവും മേടിച്ച് കിമ്പളം മേടിച്ച് മൊത്തം ഞണ്ണിയിട്ടല്ലേ ഇവനൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇതിന് കുടുംബത്തിൽ സമാധാനം കളയാനായിട്ട് ഈ പണിക്ക് വരുന്നത് വീണ്ടും. എന്നിട്ട് ഓരോരുത്തന്മാർ ഓഫർ, അടുത്ത പള്ളിയിൽ അച്ഛൻ ഇത്രയാണ് കൊടുക്കുന്നത്, അടുത്ത പള്ളിയിൽ അച്ഛൻ അവര് കാറ് മേടിച്ചു കൊടുക്കുന്നു, അപ്പുറത്തെ പള്ളിയിൽ അച്ഛൻ 5 പവന്റെ മാല കൊടുക്കുന്നു. 3 വർഷം കൂടുമ്പോൾ ഈ ചട്ടക്കൊക്കെ ഇത് കൊടുക്കേണ്ട കാര്യം എന്താ? ഞാൻ ചോദിച്ചത്, ഇവനക്ക് ഏത് പ്രൊഫഷനിലുണ്ട്? 3 വർഷം കൂടുമ്പോൾ സെന്റ് കൊടുക്കുന്നത് ഏത് പ്രൊഫഷനുണ്ട് പറ? അതുകൊണ്ടാണല്ലേ നമ്മൾ ഇവന്മാരെ മുണ്ണകളെന്ന് വിളിക്കുന്നത്. ഇവന്മാർ ഇതെല്ലാം ചെയ്യും. ഒന്ന് ഓർത്ത് നോക്കി, ഇവന്റെ ഈ കൂദാശ തൊഴിലാളിയായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നിന്ന് 2 മണിക്കൂർ ചവിട്ടുനാടകം കളിക്കുന്ന ഈ തൊഴിലാളിക്ക്, ഈ കൂദാശ കുർബാന തൊപ്പി തൊഴിലാളിക്കാണിത്. ഇവൻ അതിന് മാസശമ്പളം, ഇവന്റെ വണ്ടിക്കൂലി 10,000 രൂപ ഒരു കുർബാനയ്ക്ക്. അതുകൂടാതെ ഇവനത് വണ്ടിക്കൂലി, പിന്നെ അതുപോലെ ഇവന്റെ വണ്ടി കൂദാശിക്ക് കാശ്, അവന്റെ കിണ്ടി കൂദാശിക്ക് കാശ്, ഭവന സന്ദർശനത്തിന് കാശ്, മാമോദിസ കൊണ്ടേ കാശ്, കല്യാണത്തിന് കാശ്, ചവടക്കിന് കാശ്, ഓർമ്മ കുർബാനയ്ക്ക് കാശ്. ഇവൻ ശ്വാസം വിടുന്ന വീട്ടിലെ ഗ്യാസ് വരെ നമ്മുടെ കാശ്.
കറണ്ട് ചാർജ് നമ്മളത്. ഇവന്റെ പെണ്ണുമ്പിള്ളക്ക് പാട് വരെ മേടിച്ചു കൊടുക്കുന്നത് മൊണ്ണ വിശ്വാസികളുടെ കാശ് ഇല്ലേ? മൊബൈൽ ചാർജ്, ടെലിഫോൺ ചാർജ്, അവന്റെ കൊച്ചിനുള്ള സാമാനങ്ങള്, കിടിപിടി, ഇവന് കോണ്ടോ ഉപയോഗിക്കണ വരെ നമ്മൾ വിശ്വാസി മേടിച്ചു കൊടുക്കണം. എന്നിട്ട് പോട്ടെ, ഇപ്പം കൊല്ലം പ്രദേശത്തിലെ വേറൊരു സംഭവം എന്താ അറിയാമോ? എല്ലാവന്മാരും വെളുപ്പിന് 5:45 മണിയും മുടങ്ങും. 6:30 പരിപാടി തുടങ്ങും. രാവിലെ 6:30 പ്രാതസ്കാരം കയറുക. 8:45 8:45 കുർബാന തീർക്കും. എന്ന് വെച്ചാൽ ഇയാൾക്ക് വേറെ അടുത്ത പരിപാടി ഉണ്ട്, അടൂര് അവിടെ പരിപാടി, കടമ്പനാട് പരിപാടി. അപ്പൊ അത് ചർച്ചയായപ്പോഴാണ് ഇവന്മാർ ഗ്യാങ്ങായിട്ട് ഇത് ഇങ്ങനെ തുടങ്ങി. ഈ മുന്നകൾ ഞാൻ പറഞ്ഞത്, ഇവന്മാര് കൂടും കൊടുക്കുമായിട്ട് പള്ളി ചെന്ന് കഴിഞ്ഞാൽ അവിടെ നേർച്ചയിടും. ഏതെങ്കിലും ഇവനൊക്കെ തിന്നാൻ വേണ്ടി ചാപ്പാട് അവന്റെ വീട്ടിൽ നിന്ന് കെട്ടിച്ചുമന്ന് കൊണ്ടോ കൊടുക്കും. ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങൾ മീൻകറിയും മറ്റേ സാധനവും ഒക്കെ ആയിട്ട് കൊണ്ട് ഇവന്റെ പള്ളിമേടയ്ക്ക് വിറ്റും കിടന്ന് കറങ്ങും. സ്വന്തം ഭർത്താവിന് അവള് കരിമീൻ വെച്ചു കൊടുക്കത്തില്ല, ഇവന് കൊണ്ടു കൊടുക്കും കരിമീൻ പൊള്ളിച്ച് വാഴയിലക്കകത്ത്. അത് മാത്രമല്ലെന്നേ, ഈ പറഞ്ഞ കണക്ക് ഇവന്മാർ ഇതൊരു വലിയ കച്ചവടമാക്കി മാറ്റിയിരിക്കുക. അതുമല്ല, ഈ ഒരുത്തനൊരു പാഴ്സണേജും കൊടുത്ത് എല്ലാം കൊടുത്തിട്ട് എന്തിനു വേണ്ടിയാ ചെയ്യുന്നത്? ഈ പോയി 1.5 മണിക്കൂർ എന്ന് ദൈവമേന്ന് മനസ്സമാനായിട്ട് വിളിക്കാനാ. അപ്പൊ അത് ജീവിതത്തിൽ മനുഷ്യൻ രാവിലെ മനസ്സമാനായിട്ട് എണീറ്റ് ഒരുങ്ങി ഒരു 7-8 ആകുമ്പം ചെല്ലുമ്പം ഇവ 8 ആകുമ്പം പണിയൊതുക്കി വീട്ടിൽ പോവാ, അവന്റെ സൗകര്യം. എടാ ഇവൻ ഈ മൊണ്ണകളെ പൈസ ആയിട്ട് കൊടുക്കുന്നത് എനിക്ക് മനസ്സമാനായിട്ട് ഈ കുർബാന കാണാനല്ലേ? ഈ കുർബാന എന്ന് പറയുന്ന സാധനം കാണാൻ അവിടെ പോയി നിൽക്കുന്നത്, അതിനും ഇടപെടക്കാൻ വേണ്ടിയല്ലേ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവൻ രാവിലെ 8:45 പണി എടുത്തിട്ട് അവന്റെ വീട്ടിൽ പോവാ, എന്റെ സൗകര്യം ഇതാ. അത് കേൾക്കാനായിട്ട് വീണ്ടും കുറെ മണ്ണകള് ഈ പറഞ്ഞ കണക്ക് ഇവ പറഞ്ഞ അച്ഛന്റെ ശാപം വരും, കോപം വരും. ലോകപ്പാ വരുന്നത് ഇവന്മാര് മൊത്തം മറ്റേ പരിപാടിക്കാൻ നടക്കുന്നത് സ്ഥിരം. പിന്നെ അതും പുറത്ത് പറയത്തില്ല, അതാണ് കോമഡി. അതും പറഞ്ഞാലും പാവോ. ഇപ്പൊ തന്നെ ഞാൻ മാറിയിരുന്നത് സംസാരിക്കുന്നേ, ഇതെന്റെ വീട്ടിൽ കേട്ടോ ഇത് ശാപോ, മനസ്സിലായില്ലേ? ഇനി ഞാൻ എവിടെയെങ്കിലും നാളെ മറിഞ്ഞു വീണാ പറയും ഇന്നലെ അയാൾക്കെതിരെ പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മറിഞ്ഞു വീണത്. ഓൾറെഡി കഴിഞ്ഞ ആഴ്ച വണ്ടിയിൽ നിന്നൊന്നും വീണതേ ഉള്ളൂ. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ, ഞാൻ ഒരു മാപ്പ് ആക്ച്വലി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബാധയ്ക്ക് അയക്കാനായിട്ട്. ഇതൊരു ജോലിയല്ലെന്നും ഇത് ജോലിയായിട്ട് അപ്പൊ കണക്കാക്കുന്നതെന്നും അങ്ങനെ 3 വർഷം കൂടുമ്പോൾ സെന്റ് ഓഫിന്റെ ആവശ്യമില്ലെന്നും കുമാരെ നേരെ ഒരു അറിയിപ്പ് കൊടുത്ത് പറഞ്ഞു വിടണമെന്നും, അല്ലാതെ ഈ വിശ്വാസികളുടെ പിരിവെടുത്തിട്ടല്ല. നിങ്ങൾക്ക് എന്നിലൂടെ പറയുന്ന ഈ സന്ദേശം നമ്മുടെ കോട്ടയത്തിരിക്കുന്ന മത്തായി മൂപ്പനോടാണ് പറയേണ്ടത്. നിന്റെ കുർബാന കൂതാശ തൊഴിലാളികൾ 3 കൊല്ലം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സെൻഡ് ചെയ്യാൻ പറ്റിയ ഡേറ്റിംഗ് അടുത്ത് പോയി. ഇനിയിപ്പോ 20-ാം തീയതി ഈ അടുത്ത ഞായറാഴ്ച കൊണ്ട് ഇവന്മാരെല്ലാം അങ്ങോട്ട് ഞങ്ങൾക്ക് ആക്കുക. അന്നേരം ഈ കൂതാശ കുർബാന തൊപ്പി തൊഴിലാളികളെ എല്ലാം ഇതുപോലെ ട്രാൻസ്ഫർ അടിക്കുമ്പോഴത്തേക്കും ഇതുപോലെ ബാധ്യത വിശ്വാസികൾക്ക് ഉണ്ടാകല്ലേ? ഇവനോടൊക്കെ കെട്ടിച്ചുമന്ന് പെറുക്കി വേണേ പൊക്കോണം, ഏതെങ്കിലും വന്നോണം. എന്തിനാ സെന്റ് ഓഫ് കൊടുക്കുന്നത്? ഇവനൊരു ലെറ്റർ കൊടുക്കുക, നീക്കിയിരിക്കുന്നു, നീ അടുത്തോട്ട് പോ, അടുത്തോട്ട് എന്ന് ചാർജ് എടുക്കും. ഇവന് വന്ന അടുത്ത കുർബാനയില്ലെന്നല്ല ഇവന്റെ പണി. എന്താ ഇത്? കംപ്ലീറ്റ് ആൾക്കാരെ അങ്ങോട്ട് കണ്ട് വെറുപ്പിച്ച് കൂട്ടുപിടിച്ചിട്ട് അപ്പുറത്തച്ഛന് അവർ 2 പവന്റെ മാല കൊടുക്കുന്നുണ്ട്, നമ്മളച്ഛന് 3 പവന്റെ മാല കൊടുക്കാം. അപ്പുറത്തച്ഛന് സ്വിഫ്റ്റ് ഡിസൈർ മേടിച്ചു കൊടുക്കുന്നുണ്ട്, ഒന്ന് നമുക്ക് ഇവിടുന്ന് ഒരു ഇന്നോവ മേടിച്ചു കൊടുക്കാം. ചോദിച്ചു മേടിക്കുന്ന ഒരു പരിപാടി. പിന്നെ കംപ്ലീറ്റ് പിള്ളേരെയും ചെറുപ്പക്കാരെ എല്ലാം കൈക്കലാക്കിയിട്ടിട്ട് അവരുടെ വക വേറെ ഒരു അത് മേടിക്കുക, അച്ഛനൊരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണം. അത് കുറഞ്ഞ ഗിഫ്റ്റ് ഒന്നും പോരാ, 25,000, 30,000, 40,000 ഗിഫ്റ്റ് വേണം മേടിച്ചു കൊടുക്കാൻ. ആക്ച്വലി വെച്ചിട്ടൊന്നും വേണ്ട, ഒന്നീ അച്ഛനെ ഒരു AC അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികൾ മതി. കുറഞ്ഞൊന്നും അച്ഛന് കൊടുക്കുന്നത് ശരിയല്ല. ഇതിനൊക്കെ സാധാരണക്കാരൻ എങ്ങനെ ഇത് വിടുന്നുണ്ടാക്കും? 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ഓരോ മാതാപിതാക്കന്മാർ കിടന്ന് ഓടും, നെട്ടോട്ട് ഓടുക. അതിനിടയ്ക്കാ ഈ ചട്ടത്തിനും പിരിവ്. ഇതിനെ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഉണ്ണക്കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്തിനാണ് ഇതുപോലുള്ള കൂതാശ കുർബാന തൊപ്പിത്തൊഴിലാളികളെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്? കാശ് കൊടുത്ത് പേപ്പട്ടിയെ വളർത്തുന്നത് പോലല്ലേ ഇവന്മാരെ നിങ്ങൾ വളർത്തുന്നത് എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രാർത്ഥിക്കുവാൻ കപടഭക്തിക്കാരെ പോലെ നിങ്ങൾ ഇത്തരം പൈശാചിക കേന്ദ്രങ്ങളിൽ പോകരുത് എന്നല്ലേ നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഭവനം എൻ്റെ ആലയം എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക, വീട്ടിലിരുന്ന് കുടുംബസമേതം സ്വസ്ഥമായി പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ പാതിരിപ്പാമ്പുകളെ ചുമക്കേണ്ടുന്ന ഗതികേട് നിങ്ങൾക്ക് വരും.